എല്ലാവർക്കും നമസ്കാരം. മാർബിളിനും ഗ്രാനൈറ്റിനും പുറമെ നമ്മുടെ വീടുകളിൽ നമ്മൾ സാധാരണയായി ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന രണ്ട് തരം ടൈലുകളാണ്. ഒന്ന് സെറാമിക് ടൈലും അതുപോലെ തന്നെ വെട്രിഫൈഡ് ടൈലും. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലോടുകൂടി മനസ്സിലാക്കാം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഇവയുടെ നിർമ്മാണ രീതിയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെട്രിഫൈഡ് ടൈൽ തയ്യാറാക്കുന്നത് ക്ലേയുടെ കൂടെ സിലിക്ക, ക്വാർട്സ്, അതുപോലെ തന്നെയുള്ള കുറച്ച് മിനറൽസ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് വെട്രിഫൈഡ് ടൈൽ നിർമ്മിക്കുന്ന രീതി. അതിനുവേണ്ടി 60% സിലിക്കയും 40% ക്ലേയുമാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ സെറാമിക് ടൈൽസ് ക്ലേ മാത്രം ഉപയോഗിച്ച് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നവയാണ്. വെട്രിഫൈഡ് ടൈലിൻ്റെ ടെക്സ്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സ്മൂത്തും വളരെ ഗ്ലോസിയുമായിട്ടാണ് നിർമ്മിക്കുന്നത്. എന്നാൽ സെറാമിക് ടൈൽസിൻ്റേത് കമ്പാരിറ്റീവ്ലി കുറച്ച് റഫായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ഗ്ലേസ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലോസി ലുക്ക് കിട്ടുന്നതിന് വേണ്ടി എക്സ്റ്റേണൽ ഗ്ലേസ് അപ്ലൈ ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്നതാണ് സെറാമിക് ടൈൽസിലും. വെട്രിഫൈഡ് ടൈൽസ് സാധാരണ 4 ടൈപ്പാണുള്ളത്. സൊല്യൂബിൾ സോൾട്ട്, ഡബിൾ ചാർജ്, ഫുൾ ബോഡി, ഗ്ലേസ്ഡ്, ഇങ്ങനെ 4 ടൈപ്പിലാണുള്ളത്. ഇത് സാധാരണ ഈ കോമൺ സൈസ് എന്ന് പറയുന്നത് 2 അടി ബൈ 2 അടി, അതുപോലെ 1 അടി 1 അടി, 2 അടി ബൈ 4 അടി, 4 അടി ബൈ 4 അടി, 4 അടി ബൈ 6 അടി, അങ്ങനെ പല സൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് കോമൺ സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെറാമിക് ടൈൽസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 അടി ബൈ 1 അടി, അതുപോലെ 1 അടി 4 ഇഞ്ച് ബൈ 1 അടി 4 ഇഞ്ച്, അതുപോലെ 2 അടി ബൈ 2 അടി. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സെറാമിക് ടൈൽസിൻ്റെ സൈസുകൾ എന്ന് പറയുന്നത്. എളുപ്പത്തിൽ നമുക്ക് സെറാമിക് ടൈൽസും അതുപോലെ തന്നെ വെട്രിഫൈഡ് ടൈലും തിരിച്ചറിയാനുള്ള വഴി എന്ന് പറയുന്നത് അതിൻ്റെ കളർ നമുക്ക് നോക്കിയാൽ അറിയാം. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സെറാമിക് ടൈൽസ് എപ്പോഴും ഒരു ബിസ്ക്കറ്റ് കളർ അല്ലെങ്കിൽ ഒരു റെഡ് ടൈപ്പിലുള്ള കളറിലായിരിക്കും ഉണ്ടാവുക. അതേസമയം നമ്മുടെ വെട്രിഫൈഡ് ടൈലാകുമ്പോൾ അത് അതിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് കളർ ഗ്രേ കളർ, വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ പല കളറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറാമിക് ടൈൽസിന് എപ്പോഴും പൊടി പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ വെട്രിഫൈഡ് ടൈലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൊടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതിനേക്കാൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്, അത് വെള്ളം വലിച്ചെടുക്കുന്ന ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇത് 3 മുതൽ 4% വരെയാണുള്ളത്. അതേസമയം വെട്രിഫൈഡ് ടൈലാകുമ്പോൾ അതിന് എപ്പോഴും വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് കുറവാണ്. അതായത് 0.5% മുതൽ മാക്സിമം 2% വരെയാണ് അതിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സ്വഭാവം അതിന് കിട്ടുന്നുണ്ട്. ഇനി അതിന് ഇൻസ്റ്റാളേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെട്രിഫൈഡ് ടൈൽസ് കമ്പാരിറ്റീവ്ലി നമ്മുടെ സെറാമിക് ടൈൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അതേസമയം സെറാമിക് ടൈൽസ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വെട്രിഫൈഡ് ടൈലും സെറാമിക് ടൈലും തമ്മിലുള്ള സ്ട്രെങ്ത് കമ്പാരിസൺ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് വെട്രിഫൈഡ് ടൈല് സെറാമിക് ടൈലിനേക്കാളും സ്ട്രോങ് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അതിൽ സിലിക്ക കൂടുതലുണ്ട്, അതുപോലെ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് അതിന് കുറവായതുകൊണ്ട് തന്നെയാണ് അതിന് കൂടുതൽ സ്ട്രെങ്ത്തും ഉണ്ട്. അതുപോലെ തന്നെ അതിന് സ്റ്റെയിൻ റെസിസ്റ്റൻസ്, അതായത് പൊടിയും ചെളിയെല്ലാം പിടിക്കാനുള്ള സാധ്യതകളും വളരെ കുറവ് തന്നെയാണ്. അടുത്ത കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, സെറാമിക് ടൈൽസിനേക്കാളും പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും വെട്രിഫൈഡ് ടൈലിന്. കാരണം അതിനേക്കാളും സ്ട്രോങ് ആയതുകൊണ്ടും കൂടുതൽ ഗ്ലോസി ആയതുകൊണ്ടും എപ്പോഴും അതിന് റേറ്റ് കൂടുതൽ തന്നെയായിരിക്കും. ഇനി അതിൻ്റെ ലുക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെട്രിഫൈഡ് ടൈൽസിന് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് ഉണ്ടാവുക. അതേസമയം സെറാമിക് ടൈൽസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലുക്കാണ് അതിനുണ്ടാവുക. വെട്രിഫൈഡ് ടൈൽസ് നമുക്ക് സാധാരണയായിട്ട് ഔട്ട്ഡോറുകളിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെ വാട്ടർ ആൻഡ് ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കത് ഔട്ട്ഡോറുകളിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹെവി വെയ്റ്റ് വരുന്ന ഏരിയകളിലെല്ലാം ഇത് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് സ്ട്രോങ് ആയതുകൊണ്ടും അതിന് ഇതുപോലുള്ള ഫോഴ്സ് താങ്ങുവാനുള്ള കഴിവുള്ളത് കൊണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ, കൊമേഴ്ഷ്യൽ ഏരിയകളിൽ, അതുപോലെ ഹെവി വെയ്റ്റ് വരുന്ന ഏരിയകളിലെല്ലാം നമുക്ക് വെട്രിഫൈഡ് ടൈൽസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെട്രിഫൈഡ് ടൈലിനെ നമുക്കൊരു അൾട്ടർനേറ്റീവ് ഓഫ് മാർബിൾ, ഗ്രാനൈറ്റ്, ഇതിനെല്ലാം ഒരു അൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. വെട്രിഫൈഡ് ടൈൽസ് നമുക്ക് ഫ്ലോറുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് വാളുകളിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
വിട്രിഫൈഡ് ടൈലുകൾക്ക് കൂടുതൽ പ്രഷർ അല്ലെങ്കിൽ വെയിറ്റ് താങ്ങുവാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ് ഇതിനെ നമുക്ക് ഔട്ട്ഡോറിലും അതുപോലെ തന്നെ ഇൻഡോറുകളിലും റൂഫ് ടോപ്പുകളിലും ഇവ നമ്മുടെ ഗാർഡനുകളിലും കിച്ചണുകളിലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ബാത്റൂമുകളുടെ ഫ്ലോറുകളിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. വിട്രിഫൈഡ് ടൈൽസ് പെട്ടെന്ന് അഴുക്ക് പിടിക്കില്ല എന്നുണ്ടെങ്കിലും പക്ഷേ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ലിപ്പാവാൻ സാധ്യതയുള്ള ഒരു ടൈൽ തന്നെയാണ്. വിട്രിഫൈഡ് ടൈൽസിന് കൂടുതൽ കാലം നിൽക്കുവാനുള്ള ഒരു കഴിവുണ്ട്. കാരണം അതിന് സാധാരണ 10 to 15 ഇയേഴ്സാണ് അതിൻ്റെ ഒരു ഏജ് അല്ലെങ്കിൽ ഒരു സ്പാൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ കൂടുതൽ കാലം നമുക്കതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ മാർബിൾ ടൈൽസ് എന്നൊക്കെ പറയുന്നത് 20 to 25 ഇയേഴ്സ് വരെയാണ് മാർബിൾസിൻ്റെ എല്ലാം കാലാവധി എന്ന് പറയുന്നത്. അതും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ സൈഡ്സ് എല്ലാം ചിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡുകളെല്ലാം പോയാൽ തന്നെ നമുക്ക് ആ ഒരു ടൈല് ഫുള്ളായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സാധാരണയായിട്ട് വിട്രിഫൈഡ് ടൈലോ സെറാമിക് ടൈലോ ഏത് തരം ടൈൽസ് ആയാൽ തന്നെയും അത് സ്ലിപ്പാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു, എവിടെ യൂസ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. വെള്ളം വീണാലോ അതുപോലെ തന്നെ കെമിക്കൽസ് ഓയിലെല്ലാം വീണ് കഴിഞ്ഞാൽ ഏത് തരം ഫ്ലോർ ആയാലും നമ്മൾ സ്ലിപ്പാകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ബട്ട് നമ്മൾ ജനറലി പറയുമ്പോൾ വിട്രിഫൈഡ് ടൈൽസ് എന്ന് പറയുന്നത് ഒരു സ്ലിപ്പറി ആയിട്ടുള്ള തരം ടൈൽസ് അല്ല. സെറാമിക് ടൈൽസിനെ അപേക്ഷിച്ച് വിട്രിഫൈഡ് ടൈൽസിനുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമത് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണ്, അതാണ് ഒന്നാമത്. രണ്ടാമത് അതിൻ്റെ വളരെ കാലം ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മൂന്നാമത് ഇതിൻ്റെ സ്ക്രാച്ച് റെസിസ്റ്റൻസ്, ഇതിന് സ്ക്രാച്ചസ് ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ സ്റ്റെയിൻ റെസിസ്റ്റൻസ്, അതുപോലെ അഴുക്ക് പിടിക്കുന്നത് ഇതെല്ലാം കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ ലോ മെയിൻ്റനൻസ് ആണുള്ളത്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. പിന്നെ സെറാമിക് ടൈൽസിനെ അപേക്ഷിച്ച് ഇതിന് സ്ട്രെങ്ത് കൂടുതലുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഫ്ലോറിങ്ങിന് ഉചിതം വിട്രിഫൈഡ് ടൈൽ തന്നെയായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.